അരൂർ തുറവൂർ ഉയരപ്പാത നിർമ്മാണത്തിലെ അവസാനഘട്ട നിർമ്മാണ പ്രവർത്തികൾ ഇഴയുന്നു എന്ന് പരാതി വരികയാണ്. ഉയരപ്പാതയ്ക്ക് കുറുകെ പോകുന്ന ഹൈ ടെൻഷൻ വൈദ്യുത ലൈൻ ഇനിയും മാറ്റി സ്ഥാപിച്ചിട്ടില്ല. ഉയരപ്പാത നിർമ്മാണ കരാറുകാരാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് KSEB ആരോപിക്കുന്നു. എന്നാൽ KSEBയുടെ പിടിവാശിയാണ് പ്രശ്നമെന്ന് NHAI പറയുന്നു. അബ്ദുൾ റഹീം വിവരങ്ങളുമായി നമുക്കൊപ്പം തത്സമയം ചേർന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. റഹീമെ, അങ്ങനെ ദേശീയപാത അതോറിറ്റിയും KSEBയും തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വാക്പോര് നടത്തുന്നു. പാതയുടെ നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നു. എന്താണ് ശരിക്കും നടക്കുന്ന കാര്യങ്ങൾ? സേതു, ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ഒറ്റത്തൂണിൽ നിൽക്കുന്ന ഉയരപ്പാതയാണ് അരൂർ തുറവൂർ ഉയരപ്പാത. ഏകദേശം 12.5 കിലോമീറ്ററാണ് ഇതിൻ്റെ നീളം. ഇതിൻ്റെ പണികൾ ഏറെക്കുറെ പൂർത്തിയായിട്ടുണ്ട്. ഇനി അവസാനഘട്ട പണികൾ മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് ബാക്കിയുള്ളത്. അതിൽ അവസാനഘട്ട പണി ഇഴഞ്ഞു നീങ്ങുന്നു എന്നുള്ളതാണ് ഉയരുന്ന പരാതി. നാട്ടുകാരടക്കം പരാതി ഉന്നയിക്കുന്നത് തന്നെയാണ്. ഇപ്പോൾ കാണുന്ന ഈ ഒരു ഭാഗത്ത് മാത്രം ഗർഡറുകൾ സ്ഥാപിച്ചിട്ടില്ല. ഇവിടെ ഗർഡറുകൾ സ്ഥാപിക്കാൻ കഴിയാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇതിന് കുറുകെയായി ഹൈ ടെൻഷൻ പവർ ലൈൻ കടന്നു പോകുന്നുണ്ട്. ഈ ലൈൻ കട്ട് ചെയ്ത് പിന്നെ ഇത്തരത്തിൽ നിർമ്മാണ പ്രവർത്തികൾക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു നൽകിയെങ്കിൽ മാത്രമേ ഇവിടെ ഗർഡറുകൾ സ്ഥാപിക്കാനുള്ള കാര്യങ്ങൾ നടക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ ആ ഒരു ഇത് മാറ്റാത്ത കാരണം സ്വാഭാവികമായും ഇവിടുത്തെ നിർമ്മാണ പ്രവർത്തികൾ എങ്ങും എത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഇവിടെ ഗർഡറുകൾ പോലും സ്ഥാപിച്ചിട്ടില്ല. മറ്റ് ഭാഗത്തൊക്കെ തന്നെയും കൃത്യമായ ഗർഡറുകൾ സ്ഥാപിക്കുകയും അവിടെ ടാറിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ പൂർത്തിയാവുകയും ചെയ്തിരുന്നു. ഇവിടെ മാത്രം ആ ഒരു നിർമ്മാണ പ്രവർത്തികൾ നടന്നിട്ടില്ല. ഇവിടെ ഈ പരസ്പരം പഴിചാരുന്നൊരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. അതായത് നാഷണൽ ഹൈവേ അതോറിറ്റി പറയുന്നത് KSEB ഈ ലൈൻ കട്ട് ചെയ്ത് നൽകാത്തതിനാൽ ഇവിടെ നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്നില്ല എന്നുള്ളതാണ്. അതേസമയം നാഷണൽ ഹൈവേ അതോറിറ്റിയാണ് KSEB പഴിചാരുന്നത്. ഏതായാലും വലിയ പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തുനിന്നുണ്ട് എന്നുള്ളതാണ്. ചേട്ടാ, ഇവിടുത്തെ തന്നെയാണല്ലേ, എന്താണ് ഇവിടെ ഈ പറയുന്ന പോലെ തന്നെ ഏറെക്കുറെ നിർമ്മാണ പ്രവർത്തികൾ പൂർത്തിയായി, ഇനി ഈ ഒരു ഭാഗം മാത്രമാണ് ബാക്കിയുള്ളത്. അരൂർക്കാർ ഇപ്പോഴും ദുരിതം അനുഭവിക്കുകയാണ് ഈ എലിവേറ്റഡ് ഹൈവേ കാരണം, അല്ലേ? തീർച്ചയായിട്ടും. ഇതിന്റെ 3 വർഷക്കാലം മുമ്പ് ഇതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്ന സമയത്ത് തന്നെ അന്ന് കളക്ടറായിരുന്ന ഹരിത വി കുമാർ ഇവിടുത്തെ നാട്ടുകാർക്കും ഇവിടുത്തെ ജനകീയ സമിതിക്കാർക്കും ഉറപ്പ് നൽകിയതാണ് ഇതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാകില്ല, 3 വർഷക്കാലം കഴിഞ്ഞ് തുറന്നു കൊടുക്കുമെന്നുള്ളത്. പക്ഷേ ഇപ്പോൾ വരെ ഈ KSEBക്കാർ അനാസ്ഥ മൂലം, അതുപോലെ തന്നെ കളക്ടറുടെ അനാസ്ഥ മൂലം, അതുപോലെ മറ്റു അധികാരികളുടെ അനാസ്ഥ മൂലം ഇതിന് നിർമ്മാണ പ്രവർത്തനം മുടങ്ങിക്കിടക്കുകയാണ്. ഇതിന്റെ NOC കൊടുക്കാത്തത് കൊണ്ടാണ് ഇതിന്റെ ടവറുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. ഇതൊക്കെ പരിഹരിക്കേണ്ടത് KSEBക്കാരും ഈ ബന്ധപ്പെട്ട കളക്ടറും മറ്റു അധികാരികളുമാണ്. അപ്പോൾ അത് അവർ ചെയ്യാത്തത് കൊണ്ടാണ് ഇത്രയും ഈ വിഷയവുമായിട്ട് ബന്ധം. ഇപ്പോൾ രാജ്യത്ത് ബൃഹത്തായ ഒരു പാലമാണ്. ഈ പാലത്തിന് നിർമ്മാണ പ്രവർത്തനം മുടങ്ങിക്കിടക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും നീതീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. ജനങ്ങൾ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഇലക്ട്രിക് പോസ്റ്റുകൾ, ഇതിന്റെ കാണ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇലക്ട്രിക് പോസ്റ്റുകൾ നീക്കാത്തത് കൊണ്ടാണ് കാണ നിർമ്മാണം വൈകിയത്. എല്ലാ തരത്തിലും KSEBക്കാർ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഈ പാല നിർമ്മാണത്തോട് തികച്ചും അനാസ്ഥയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മാറ്റിക്കൊണ്ട് ഇതിന്റെ പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ എത്രയും വേഗം പൂർത്തീകരിക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. ഈ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചായിരുന്നൊരു കാഴ്ചയാണ്. അത് KSEB പറയുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന വീഴ്ച എന്നാണ്. നാഷണൽ ഹൈവേ അതോറിറ്റി പറയുന്നത് KSEBയുടെ ഭാഗത്തുനിന്ന്. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പഴിചായിരുന്നു എന്നല്ലാതെ നിർമ്മാണ പ്രവർത്തനങ്ങൾ, അതായത് ഏറെക്കുറെ പൂർത്തിയായി, ഇനി ആകെയുള്ളത് ഈ ഒരു ഭാഗം മാത്രമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈ പഴിചാരലാണ് ഈ പ്രവർത്തനം തടസ്സപ്പെടുവാനായിട്ട് കാരണമെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വ്യക്തമാണ്. KSEBയുടെ NOC കിട്ടാത്ത മൂലമാണ് നാഷണൽ ഹൈവേക്ക് ഈ പ്രവർത്തനം പൂർത്തീകരിക്കാൻ പറ്റാത്തത്. ഇവരുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും വളരെ മന്ദഗതിയിലാണ് KSEB ആ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അതുപോലെ തന്നെ ഗൗരീശൻ മെമ്പർ പറഞ്ഞ പോലെ ഈ സൈഡിലുള്ള പോസ്റ്റുകൾ മാറ്റാത്തത് മൂലം ഇവിടെ കാണ നിർമ്മാണം നടത്താൻ പറ്റിയിട്ടില്ല. കാണ നിർമ്മാണം നടക്കാത്തത് കൊണ്ട് ഇവിടുത്തെ ജനങ്ങൾ വെള്ളക്കെട്ടിൽ അനുഭവിക്കുകയാണ്. അതേപോലെ യാത്രക്കാരുടെ സഞ്ചാരം പോലും തടസ്സപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഇതെല്ലാം സഹിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ഉയരപ്പാതയുടെ നിർമ്മാണം പൂർത്തീകരിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇവിടുത്തെ ജനപ്രതിനിധികൾ ഞങ്ങളെല്ലാവരും. എത്രയും പെട്ടെന്ന് ഇത് പൂർത്തീകരിക്കാൻ വേണ്ട പ്രവർത്തനം അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ശക്തമായ ആവശ്യം. ഈ നാട്ടുകാർ നിലയ്ക്ക് ചേട്ടൻ എന്താ പറയാനുള്ളത്? വളരെ ബുദ്ധിമുട്ടാണ്. ഞാനിവിടെ ഒരു ഷോപ്പ് കൊടുക്കുന്ന ആളാണ്. ഓൺ ബിൽഡിങ്ങിലല്ലാത്ത ഒരുമാതിരിപ്പെട്ട എല്ലാ ഷോപ്പുകളും പൂട്ടിപ്പോയിട്ടുണ്ട്. ഈ വഴിയിൽ നിന്ന് ആൾക്കാർ സഞ്ചരിക്കുന്നില്ല, നല്ല റോഡില്ല, പൊടി ശല്യം, ഇതെല്ലാം കാരണം വളരെയധികം ബുദ്ധിമുട്ടാണ് നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് ഇതിന് നിർമ്മാണ പ്രവർത്തനം കഴിഞ്ഞ് നല്ലൊരു നാളെ വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോൾ നമ്മുടെ ജീവിതം തന്നെ. ഷോപ്പ് കടക്കാർ വളരെയധികം ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ കാര്യങ്ങൾ.
സേതു അത് തന്നെയാണ്. അതായത് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയതിന് ശേഷം ഈ റോഡ് ഉൾപ്പെടെ പൊളിച്ചിരുന്നു. അതായത് ഈ ഇത് സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായൊക്കെ റോഡിൽ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള പൊളിക്കലൊക്കെ നടന്നിരുന്നു. അതുകൊണ്ട് ആ റോഡുകളൊക്കെയും ഈ പറയുന്നത് പോലെ തന്നെ ഈ നിർമ്മാണ പ്രവർത്തികൾ പൂർത്തിയായ ഭാഗത്ത് പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ ഇപ്പം നാട്ടിലൊരു വികസനം വരുന്നത് എല്ലാവർക്കും സന്തോഷമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഉയരപ്പാത നിർമ്മാണത്തെയും അത്ര കണ്ട് ഓപ്പണായിട്ട് തന്നെ ആളുകൾ വരവേൽക്കുകയായിരുന്നു, ഹൃദയം തുറന്ന് വരവേൽക്കുകയായിരുന്നു. പക്ഷേ അതിന് പിന്നാലുണ്ടായ കെടുതികളൊക്കെ പറയുന്നതിലും അപ്പുറമാണ്. കാരണം ഇവിടുത്തെ ഗതാഗതക്കുരുക്കാകട്ടെ, റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞതാകട്ടെ, സമീപത്തുള്ള കടകളൊക്കെ അവർക്ക് പൂർണ്ണമായും അവരുടെ വരുമാന മാർഗം ഉപേക്ഷിച്ച് പോകേണ്ടി വന്നു. ഓക്കെ, എനിവേസ് എന്താണെങ്കിലും ഒരു വികസനം വരികയാണല്ലോ, അങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചവർക്ക് മുന്നിലേക്കാണ് ഈ വാർത്ത കൂടെ വരുന്നത്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരി അതായത് KSEBയും NHAയും നാഷണൽ ഹൈവേ അതോറിറ്റിയും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി ഈ പരസ്പരം വാക്പോരുമായിട്ട് ഈ പണി ഇങ്ങനെ ഇഴച്ചു നിൽക്കിക്കൊണ്ടിരിക്കുകയാണ്.